സാം പിത്രോദയുടെ വാക്കുകൾ വൻ വിവാദത്തിലായിരിക്കുകയാണ്. ഒരു അഭിമുഖത്തിലെ അദ്ദേഹത്തിന്റെ പരാമർശമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ആളുകളെ ചൈനീസ്, അറബ്, വെളുത്ത വർഗക്കാർ, ആഫ്രിക്കക്കാർ എന്നിവരുമായിട്ടാണ് പിത്രോദ താരതമ്യം ചെയ്തത്. അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ താരതമ്യം ചെയ്ത രീതിയാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ജനാധിപത്യത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണ് ഞങ്ങളുടെ രാജ്യം. അത്രത്തോളം വൈവിധ്യമേറിയതാണ് ഇന്ത്യ. കാരണം വടക്കുകിഴക്കൻ മേഖലയിലെ ആളുകളെ കാണാൻ ചൈനക്കാരെ പോലെയാണ്. ഇനി പശ്ചിമ മേഖലയിലാണെങ്കിൽ അറബികളെ പോലെയാണ്. വടക്കൻ മേഖലയിലാണെങ്കിൽ ആളുകൾ വെളുത്ത വർഗക്കാരെ പോലെയാണ്. ദക്ഷിണേന്ത്യയിലെ ആളുകൾ ആഫ്രിക്കക്കാരെ പോലെയാണ് കാണാനെന്നും സാം പിത്രോദ പറഞ്ഞു. എന്ത് രൂപത്തിലാണെന്നോ നിറത്തിലാണെന്നോ ഇന്ത്യയിൽ വിഷയമല്ല. ഞങ്ങൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയായ സാം പിത്രോദ പറഞ്ഞു. പിത്രോദയുടെ വിവാദ പരാമർശത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അതേസമയം പിത്രോദയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. ഇന്ന് താൻ വളരെയധികം ദേഷ്യത്തിലാണെന്നും സാം പിത്രോദ പറഞ്ഞ കാര്യങ്ങളാണ് തന്നെ ദേഷ്യത്തിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും വംശീയ മനോഭാവത്തെ അംഗീകരിക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തനിക്കെതിരെയാണ് മോശം പരാമർശങ്ങൾ വരുന്നതെങ്കിൽ താനത് സഹിക്കുമെന്നും, എന്നാൽ തന്റെ ജനങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് സഹിക്കില്ലെന്നും മോദി പറഞ്ഞു. നമ്മളൊരു വ്യക്തിയുടെ മികവ് നോക്കുന്നത് നിറത്തിന്റെ പേരിലാണോ? രാഹുൽ ഗാന്ധിക്ക് തന്റെ ജനങ്ങളെ അത്തരത്തിൽ നോക്കിക്കാണാൻ ആരാണ് അനുമതി നൽകിയത്? ഇത്തരം വംശീയ മനോഭാവം തങ്ങൾ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ ഈ പരാമർശവുമായി ബന്ധിപ്പിച്ചായിരുന്നു മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗം. ദ്രൗപദി മുർമുവിന് നല്ല പേരാണുള്ളത്. ആദിവാസി കുടുംബത്തിൽ നിന്നുള്ള മകളാണ്. എന്തിനാണ് കോൺഗ്രസ് അവരെ പരാജയപ്പെടുത്താൻ നോക്കിയതെന്ന് താൻ ചിന്തിച്ചിരുന്നു. ഇന്ന് തനിക്ക് അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. അമേരിക്കയിൽ ഒരു അമ്മാവനുണ്ട്. അദ്ദേഹമാണ് കോൺഗ്രസിന്റെ യുവരാജാവിനെ നയിക്കുന്നത്. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറെ പോലെ രാഹുൽ ഗാന്ധി പിത്രോദയിൽ നിന്നാണ് ഉപദേശം സ്വീകരിക്കുന്നതെന്നും മോദി ആരോപിച്ചു. ഇരുണ്ട ചർമ്മമുള്ളവർ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണെന്ന് ഈ അമ്മാവൻ പറഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തെ നിരവധി ആളുകളെ ചർമ്മത്തിന്റെ പേരിൽ പരിഹസിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പിത്രോദയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. താൻ വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് നിന്നുള്ളയാളാണ്. തന്നെ കാണാൻ ഇന്ത്യക്കാരനെ പോലെയാണുള്ളത്. നമ്മുടേത് ഒരു വൈവിധ്യതയുള്ള രാജ്യമാണ്. നമ്മൾ കാണാൻ വ്യത്യസ്തരുമായിരിക്കും, പക്ഷേ എല്ലാവരും ഒന്നാണ്. ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കൂ എന്നും ഹിമന്ത ബിശ്വ ശർമ്മ കുറിച്ചു. കങ്കണ റണാവത്ത് അടക്കമുള്ള നേതാക്കളും സാം പിത്രോദയെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവരുടെ രൂപസാദൃശ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് സാം പിത്രോദ നടത്തിയ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വം തള്ളി. പ്രസ്താവന ദൗർഭാഗ്യകരവും അംഗീകരിക്കാനാവാത്തതുമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് വ്യക്തമാക്കി. പിത്രോദയുടെ പരാമർശം വംശീയമാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ വൈവിധ്യത്തെ ചൂണ്ടിക്കാണിക്കാൻ സാം പിത്രോദ നടത്തിയ സാമ്യതകൾ ദൗർഭാഗ്യകരവും അംഗീകരിക്കാനാവാത്തതുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. ഇങ്ങനെയാണ് ജയറാം രമേശ് ട്വിറ്ററിൽ കുറിച്ചത്. പ്രസ്താവനയ്ക്കെതിരെ BJP രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നത്. വൈവിധ്യം നിറഞ്ഞ രാജ്യമാണെന്നും രൂപങ്ങൾ വ്യത്യസ്തമായാലും എല്ലാവരും ഒന്നാണ്. രാജ്യത്തെപ്പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കണമെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചത്. ലജ്ജാകരമെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന പണ്ട് ചർച്ചകളിൽ ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് BJP MP തേജസ്വി സൂര്യയും പറഞ്ഞു.